മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഏത് ഭാഗത്തു കൂടെയാണ് ജനങ്ങൾ നടന്നു പോകേണ്ടത്? മയ്യത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്താൽ പ്രതിഫലം ലഭിക്കുമോ? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരൻ വർക്കല നിന്നുമാണ്. എല്ലാവരുടെയും മനസ്സിലെ ഒരു തെറ്റിദ്ധാരണയാണ്, ആരെങ്കിലും മരണപ്പെട്ടാൽ അവിടെ പോയി കുറേ സമയം ചെലവഴിച്ചതുകൊണ്ട് വലിയ പ്രതിഫലമൊന്നും കിട്ടില്ല എന്ന് പലരുടെയും മനസ്സിലെ തെറ്റിദ്ധാരണകളാണ്. അതിനെ നമ്മൾ ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മരണ വീട്ടിൽ പോയി ആ മയ്യത്ത് നിസ്കരിക്കുന്നത് വരെ ഒരാൾ അവിടുത്തെ കാര്യങ്ങളിൽ പങ്കുകൊണ്ടാൽ അവർക്ക് ഒരു ഖീറാത്ത് പ്രതിഫലം എന്ന് പറഞ്ഞു. ആ നിസ്കാരം കഴിഞ്ഞ് ഖബറടക്കത്തിൽ പങ്കെടുത്ത് ആ ദുആയും കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ 2 ഖീറാത്ത് പ്രതിഫലം എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഈ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ഉഹുദ് മലയോളം വലിപ്പമുള്ളതാണ്. അപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട്, അവിടുത്തെ അടക്കത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച്, മയ്യത്ത് പൊതിയലിൻ്റെ കാര്യങ്ങൾ ഇടപെട്ട്, കുളിപ്പിക്കലിൻ്റെ കാര്യത്തിൽ ഇടപെട്ട്, മരണപ്പെട്ടു പോയവരുടെ ബന്ധുക്കളെ സമാശ്വസിപ്പിച്ച് കഴിയുന്നവർക്ക് കിട്ടുന്നത് ഉഹുദ് മലയോളം പോകുന്ന വലിയ പ്രതിഫലമാണ്. അവിടെ നിന്ന് നടന്ന് മയ്യത്ത് കൊണ്ടുവന്ന് അടക്കി പിരിയുന്നത് വരെ കൂടെ നിന്നാൽ 2 പർവ്വതം നിറയെയുള്ള പ്രതിഫലം നിങ്ങൾക്ക് തരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മയ്യത്ത് ചുമന്നുകൊണ്ടു പോകുന്നത് പരമാവധി നടന്ന് തന്നെയാകണം. ഇന്ന് കൂടുതലും വാഹനങ്ങളിലാണ് കാണുന്നത്. 1 കിലോമീറ്റർ പോലും ഇല്ലാത്ത പള്ളിയിലേക്കും വാഹനത്തിലാണ് മയ്യത്തിനെ കൊണ്ടുപോകുന്നത്. പരമാവധി നടക്കണം. നമ്മളെല്ലാം മടയന്മാരായി, നമ്മളെല്ലാം അലസന്മാരായി, നമ്മളെല്ലാം കഷ്ടപ്പെടാൻ കഴിയാത്തവരായി മാറി. വാപ്പയുടെ മയ്യത്ത് കൊണ്ടുപോകുന്നതിന് പോലും, ഉമ്മാനെ കവറടക്കുന്നതിന് പോലും നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നടന്നു പോകണം. നടന്നു പോകുമ്പോൾ സന്തൂക്കിനോട് ചേർന്ന്, മുൻഭാഗത്ത് സന്തൂക്കിനോട് ചേർന്നാണ് നടന്നു പോകേണ്ടത്. എല്ലാവരും അങ്ങനെ ചേരുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാവുമെങ്കിൽ അതിനൊരു ക്രമം വരുത്തിയാൽ മതി. പക്ഷേ മുമ്പിലൂടെയാണ്, അങ്ങനെയാണ് പോകേണ്ടത്. നടന്നു പോകുമ്പോൾ അതിൻ്റെ കൂലിയുണ്ട്, തഹ്ലീൽ ചൊല്ലിപ്പോകുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്, കൂടെ മലക്കുകളുണ്ട്. ദുർമാർഗികളാണെങ്കിലും സന്മാർഗികളാണെങ്കിലും മലക്കുകളുണ്ടാവും. സന്മാർഗികളാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയി സ്വർഗം കൊടുക്കണേ എന്ന് വിളിച്ചു പറയും. ദുർമാർഗികളാണെങ്കിൽ അവരെ നശിപ്പിക്കണേ, അവനെ നരകം കൊടുക്കണേ എന്ന് വിളിച്ചു പറയും. അള്ളാഹു സന്മാർഗികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എത്ര പ്രസംഗിച്ചിട്ടും ഉപദേശിച്ചിട്ടും കല്യാണ മാമാങ്കങ്ങൾ അവസാനിക്കുന്നില്ല. ഉസ്താദിൻ്റെ കാഴ്ചപ്പാടിൽ അതിന് എന്താണ് ഒരു പരിഹാര മാർഗം? ചോദിച്ചിരിക്കുന്നത് സൈനുല്ലാബ്ദീൻ ഹാജിയാണ്, കോഴിക്കോട് നിന്നും. അതിനൊരു മാർഗമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കണ്ണൂർ ഭാഗത്ത് നടന്ന ഒരു സംഭവം അതിനൊരു നല്ല മാർഗമാണ്. കാരണം കുറച്ച് ചെറുപ്പക്കാർ അതിനുവേണ്ടി രംഗത്തിറങ്ങുക. അവർ പറയുന്നത്, കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ടീമിനെ ഏൽപ്പിച്ചപ്പോൾ അവരാണ് ഈ ഒട്ടകവും കുതിരയും ഒക്കെ ആയിട്ട് ആട്ടവും പാട്ടവും പടക്കം പൊട്ടിക്കലൊക്കെ നടത്തിയതെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ടീം ഉണ്ടാക്കുക. എവിടെയാണ് ഇത്തരം കല്യാണം നടക്കുന്നത് അവിടെ ഇടപെട്ട് എല്ലാത്തിനും നല്ല അടി കൊടുക്കുക, എല്ലാത്തിനും പറഞ്ഞു വിടുക. അല്ലാതെ ഒരു കാരണവശാൽ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. കാരണം ഉസ്താദുമാർ പ്രസംഗിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തി, അവരെ പരിഹസിച്ച്, അവരെ കളിയാക്കി പറഞ്ഞു വിടുകയാണ്. അല്ലാതെ ഒരു കാരണവശാലും ഇവരെന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. പിന്നെ രണ്ടാമത് അതിനുള്ള ഏറ്റവും വളരെ ബുദ്ധിപരമായ ഒരു മാർഗമെന്ന് പറയുന്നത് മഹല്ലുകളാണ്. മഹലിൽ നിന്ന് കത്ത് കൊടുത്തിട്ടാണല്ലോ കല്യാണത്തിന് പെർമിഷൻ കൊടുക്കുന്നത്. ആ കത്തിൽ നിർബന്ധമായും പറഞ്ഞിരിക്കുക, അനാവശ്യങ്ങളും അനാചാരങ്ങളും ഇല്ല എന്ന് വാപ്പയും മകനും എഴുതി ഒപ്പിട്ട് തന്നാൽ മാത്രമേ ഞങ്ങൾ കല്യാണത്തിന് പെർമിഷൻ തരൂ, അനുമതി തരൂ എന്ന് മഹല്ല് ജമാഅത്തുകൾ ഇടപെട്ട് അത് എന്തായാലും നടക്കും. പിന്നെ ജമാഅത്തുകാർക്ക് ഇടപെടുമ്പോൾ പ്രശ്നമാണ്. ആദ്യം അവിടെ അങ്ങനെ കല്യാണം നടത്തിയത് ചിലപ്പോൾ ജമാഅത്ത് പ്രസിഡൻ്റ് ആയിരിക്കും, ആദ്യം അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് മഹല്ല് സെക്രട്ടറി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്കത് പറയാനുള്ള അവകാശം നഷ്ടപ്പെടും. പക്ഷേ നമ്മൾ ധൈര്യമായിട്ട് ആ വിഷയം പറയണം. ജമാഅത്ത് പള്ളിക്കകത്ത് ജുമഅക്ക് ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിച്ച് അത് മനസ്സിലാക്കി കൊടുക്കാനെങ്കിലും ശ്രമം നടത്തണം. അതിലൂടെ ഈ അനാചാരത്തെ നമുക്ക് ഒഴിവാക്കാം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിൽ കുറേ കുഞ്ഞുങ്ങൾ കരയുന്നു, ലോകത്തിൻ്റെ നാനാഭാഗത്ത് കുറേ ആളുകൾ കഷ്ടപ്പെടുന്നു, മാരക രോഗങ്ങൾ പലർക്കും അല്ലാഹു കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഉള്ള പൈസ കൊണ്ട് ഇങ്ങനെ ആടി തിമിർക്കുക എന്നതല്ലാതെ ഒന്നുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയെല്ലാം കാത്തിരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.